നമുക്ക് പിടികിട്ടാത്ത ചെറുപ്പക്കാരുടെ മനസ്സിന്റെ പ്രഹേളികയായിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ? ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന, പള്ളിയിൽ കൊണ്ടുപോകുന്ന, ബിരിയാണിയുമായി കൊടുക്കുന്ന, സ്നേഹിക്കുന്ന ജ്യേഷ്ഠൻ സ്വന്തം അനുജനെ 14 വയസ്സുള്ള ഒരു ചെക്കനെ ചുറ്റിക്ക് കൊണ്ട് തലങ്ങും വിലങ്ങും തലക്കടിച്ച് കൊന്നു. ആ കൊല്ലപ്പെടുന്ന, ഞാൻ കൊന്നതല്ല, കൊല്ലപ്പെടുന്നത് വരെ ആ അനുജന് എന്തിനാ ഏട്ടാ എന്നെ അടിക്കുന്ന എന്ന് ഉത്തരം കിട്ടാതെ ആ പിഞ്ചു കുഞ്ഞ് മരിച്ചുപോയ അവസ്ഥ നിങ്ങൾ അറിയിക്കൂ. എന്തിനാ ഏട്ടാ എന്നെ കൊല്ലുന്നത്? അറിയില്ലല്ലോ ആ കുട്ടിക്ക്. അച്ഛന്റെ അമ്മേനെ കൊന്നുമായിരുന്നു ആ ചെക്കൻ. അച്ഛന്റെ അനുജനെ കൊന്നു, 5 ആളെ കൊന്നു. എന്നിട്ട് സ്വയം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനിങ്ങനെ കൊന്നിട്ടുണ്ടെന്ന് വിവരം കൊടുക്കുക. പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ഒരാൾ തമ്മാമിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ചത്തുപോയെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. ഇത് പോയി കൊല്ലുന്നു, അവിടെ നിന്ന് കൊന്നതിന് ശേഷം വേറൊരു സ്ഥലത്ത് പോകുന്നു സ്കൂട്ടറിൽ, അവിടെ പോയി കൊല്ലുന്നു, എല്ലാം കൊന്നിട്ട് പോയി പറഞ്ഞു. എന്താണ് മനുഷ്യന്റെ മനസ്സ്? നമ്മുടെ ഇത്രയും ദൈവങ്ങളും ഇത്രയും അമ്പലങ്ങളും ഇത്രയും പ്രാർത്ഥനകളും പള്ളികളും ആരാധനാലയങ്ങളും ഉണ്ടായിട്ടും എന്തേ നമ്മുടെ മനുഷ്യന്റെ മനസ്സുകളിൽ പുഴുക്കളരിച്ച് നടക്കുന്നു? ആ പുഴുക്കൾ എങ്ങനെയാണ്, എവിടെയാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ആ പുഴുക്കൾക്ക് പറ്റിയ വിധത്തിൽ പുതിയ പാട്ടുകൾ ഉണ്ടാവുന്നു അല്ലേ? നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പുഴുക്കൾ അരിച്ചു നടക്കുന്ന കുട്ടികൾ ഞാൻ ഇനി പാടുന്ന പാട്ട് കേൾക്കുമ്പോൾ തുള്ളും. ആ പാട്ട് ഒരു ഗാനമേളയിൽ ഒരു പാട്ടുപാടും ഒരാള്, സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദഗാനോത്സവമെന്നു തുടങ്ങും എന്ന് പാടുമ്പോ കുട്ടികൾ, ചെറുപ്പക്കാർ കൂവലോട് കൂവല്. പാട്ട് നിർത്തിയിട്ട് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞപ്പോ പിള്ളേർ തുള്ളാൻ തുടങ്ങി. നോക്കും, നമ്മുടെ പുരാണങ്ങളിൽ ചോര കുടിച്ച കുംഭകർണനെ പോലുള്ള രാക്ഷസന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുംഭകർണനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഉണ്ടാക്കിയിട്ടില്ല. പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. കോവിഡ് കാലത്ത് വീട് കയറിയവനെ, അരി വാങ്ങി കൊണ്ട കൊടുത്തവനെ, ആളുകൾക്ക് വേണ്ടിയിട്ട് കിറ്റു വിട്ടിട്ട് സേവിക്കാൻ പോയവനെ, ശവസംസ്കരിക്കാൻ പോയവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക് എന്നല്ല, കത്തി കൊണ്ട് വേറെയാളെ പള്ളക്ക് വിദ്യാരംഭം കുറിച്ചവനെ നിനക്ക് 10ൽ 10 മാർക്ക്. ആവേശ സിനിമയിൽ ഇപ്പോഴത്തെ പാട്ടാണ്.